ഹലോ എവരി വൺ. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത്രയും ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന വേറൊരു പുഡിംഗ് ഉണ്ടാവില്ല. വീഡിയോ കണ്ടു നോക്കൂ. കേരളം എന്ന നാട്ടിൽ ഈസിയായി കിട്ടുന്ന ഈ കേര, അതായത് നാളികേരത്തിനെ കൊണ്ടുള്ള പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി. 2 കപ്പ് ചെറിയ തേങ്ങ എടുത്തു, അതിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തു. അതിനെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാലെടുക്കണം. അത് അരിപ്പയിലാക്കിയിട്ട് എടുക്കുക, നിങ്ങൾക്ക് കൈകൊണ്ട് പിഴിഞ്ഞിട്ടെടുക്കുക, തോർത്തിൽ പിഴിഞ്ഞെടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയ. പ്രഥമനാക്കാനൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാറുണ്ടല്ലോ, അതുപോലെ തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 1/4 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു സ്ലറി റെഡി ആയിട്ടുണ്ട് കോൺഫ്ലോറിനെ കൊണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു 1 മിനിറ്റോ 2 മിനിറ്റോ വെക്കുമ്പോഴേക്ക് തന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് സ്ലറിയില്ലേ അത് ആഡ് ചെയ്യണം. ഈ 2 മിനിറ്റ് വെച്ചതുകൊണ്ട് ചിലപ്പോൾ കോൺഫ്ലോർ അടിയിൽ കട്ട കെട്ടി നിൽക്കുന്നുണ്ടാവും. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്പാച്ചുല യൂസ് ചെയ്യണം. അതായത് നമ്മൾ കേക്കൊക്കെ ആക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ സ്പാച്ചുല യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. അല്ലാതെ സ്പൂണ് കയ്യിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതിപ്പോൾ നല്ല ഈസി ആയിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ടായി. ഒഴിച്ചപാട് നല്ലൊരു കട്ട കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ വീഡിയോ തന്നെ കണ്ടല്ലോ. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സ് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നല്ല തിക്കായിട്ടുള്ളൊരു മിക്സാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ 1/2 കപ്പിൽ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്, കാരണം എനിക്ക് കൂടുതൽ മധുരം വേണ്ട. അപ്പോൾ അതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഡ്രോപ്പ് വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്തിന് ഫ്ലേവറൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ആ കോക്കനട്ടിൻ്റെ ഫ്ലേവർ തന്നെ വേണം, അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കണ്ടോ, നല്ല ഇതുപോലെ ഉറ്റുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആവണം. അതിന് ശേഷം ഇതിനെ നമുക്കൊരു ഗ്രീസ്ഡ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് വെളിച്ചെണ്ണ ചെറുതായിട്ട് തടവിയിട്ടില്ലെങ്കിലും ഗ്ലാസ് ബൗളിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കിതിനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാറ്റ് ചെയ്യുക. അതിന് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ ഈസി ആയിട്ട് ഇളകി കിട്ടുന്നുണ്ട്, കണ്ടോ. 2 മണിക്കൂർ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾക്കിതിനൊരു ബൗളിലേക്ക് കമിക്കാം. ഇതുപോലെ ബൗളിലേക്ക് കമിച്ച ഉടനെ പെട്ടെന്ന് വീഴൊന്നുമില്ല, കുറച്ച് ക്ഷമ വേണം. 1 മിനിറ്റ് അങ്ങനെ വെച്ചപ്പോൾ തന്നെ മെല്ലെ അതിൻ്റെ ബേസ് ഇളകി അങ്ങോട്ട് വീണു. കണ്ടോ, നമ്മൾ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, എത്ര ഈസിയാണ്. 5 മിനിറ്റിന് മെനക്കിടയിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങും റെഡിയാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു നൈഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടൊന്ന് ഷോ ഓഫ് കാണിക്കാൻ വിചാരിച്ചു ഞാനത് കട്ടൊക്കെ ചെയ്തെടുക്കും. ശരിക്കും സ്പൂണിനെ കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. നൈഫിനെ കൊണ്ട് കട്ട് ചെയ്തു. പിന്നെ ഇത് എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ സ്പൂണ് തന്നെ എടുത്തു. അപ്പോൾ സ്പൂണിനെ കൊണ്ട് ശരിക്കും നമ്മളതിനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്ത്, അപ്പോൾ അത് കുറച്ച് കൊളായി, കാരണം നൈഫിനെ കൊണ്ട് കട്ട് ചെയ്തെടുത്ത് അതിനെ ട്രൈ ചെയ്തപ്പോൾ ആ പീസ് കറക്റ്റായി കിട്ടില്ല. അങ്ങനെ കൊളായിന്ന്, അല്ലാണ്ട് പുഡിങ് കൊളായിന്നല്ല. ഓക്കെ, ആ പീസ് കറക്റ്റായി ഭംഗിയിൽ കിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അടുത്തെൻ്റെ മോൻ വന്നിട്ട് പുഡിങ് ആയോ, അതാ പുതിയ കത്തി കണ്ടപ്പോൾ അതെടുത്തുകൊണ്ട് പോയി. കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എൻ്റെ കത്തി വെക്കട താഴെ, എൻ്റെ അമ്മയോട് പറയുന്നത് കത്തി വെക്കട താഴെ എന്ന് പറയുന്നത്, കാരണം അതിന് പുതിയ നൈഫാണ്. ഇനി അതിൻ്റെ കഥ കഴിക്കണ്ട വിചാരിച്ചിട്ട് അവിടെ വെച്ച്. അപ്പോൾ അവനത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്പൂൺ അവന് കൊടുത്തു. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞു. 2ാമത്തെ സ്പൂണും പിന്നെ വീഡിയോ എടുക്കാനൊന്നും ക്ഷമയില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുഡിങ് റെഡിയാണ്. 2nd സ്കൂപ്പും അവന് കൊടുത്തു.
അങ്ങനെ പിന്നെ എന്താ പറയുക, ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ കത്തിയൊക്കെ ഒരാൾ വെച്ച് എന്നിട്ട് ഞാൻ കഴിക്കട്ടെ ഇനിയെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ട്രൈ ചെയ്യണം. ആ ഗ്യാപ്പിൽ പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റി പുഡിംഗ് ആണ്. കണ്ടോ, അവൻ നോൺ സ്റ്റോപ്പായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ പിന്നെ എൻ്റെ നൈഫൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്പൂണിനൊക്കെ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ നൈഫ് ഞാൻ എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കാൻ വേണ്ടിയിട്ട് കഴുകി അൽമാറയിൽ കയറ്റി വെക്കും. ഓക്കെ, ഡെയിലി യൂസിന് എടുക്കില്ല. നമ്മുടെ വീട്ടമ്മമാരുടെ ചില എന്താ പറയുക സ്വഭാവമാണ്. ചില സാധനം നമ്മൾ പുറത്തിറക്കില്ല. അപ്പോൾ അവനതൊക്കെ കഴിച്ച് അതിന് ശേഷം അച്ഛനും ബ്രദറിനും കൊടുക്കാൻ വേണ്ടി ആ പ്ലേറ്റും കൊണ്ടങ്ങ് പോയി.